സമസ്ത മേഖലകളിലും എനിക്ക് മാറ്റം വന്നുള്ളതാണ് ഈ മദ്യപാനം നിർത്തിയത് കൊണ്ടും. കേരളത്തിൽ ആദ്യത്തെ ഡി അഡിക്ഷൻ സെന്റർ, ഇന്ത്യയിൽ രണ്ടാമത്തേത്. നഷ്ടപ്പെട്ടു പോയതെല്ലാം 24 കൊല്ലത്തെ കാലയളവിൽ ദൈവം എനിക്ക് 4 ഇരട്ടിയായി തിരിച്ചു തന്നു. ഈ മാറ്റം വന്നത് ഈ അഡാപ്റ്റ് വന്നതിന് ശേഷമാണ്. ഞാൻ ഫാദർ ജോസഫ് കണിയോടിക്കൽ, പാലാ രൂപത വികാരി ജനറാളും അഡാപ്റ്റിന്റെ ചെയർമാനുമാണ്. അഡാപ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ ജനോപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 1984 പാലാ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് ആരംഭിച്ചതാണ് അഡാപ്റ്റ്. ഞാൻ NM സെബാസ്റ്റ്യൻ അഡാർട്ടിന്റെ പ്രോജക്ട് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. അഡാർട്ട് ആരംഭിക്കാനുണ്ടായ സാഹചര്യം 1980 കാലഘട്ടങ്ങളിൽ പാലാ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ആരംഭിച്ചു. അപ്പോൾ അന്ന് കുടുംബ ജീവിതത്തെ പറ്റി ക്ലാസ് എടുക്കാനായിട്ട് ഒരു ടീമുണ്ടായിരുന്നു. അതിൽ ആ ടീമിൽ ഞാനും അന്ന് അംഗമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രൂപതയിലെ വിവിധ ഇടവകകളിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാനായിട്ട് പോയി ടീമായിട്ട്. ഇങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ കാരണവന്മാര്, അമ്മമാര്, ഭാര്യമാര്, മക്കൾ, പിള്ളേര് ഒക്കെ ഞങ്ങളുടെ അടുക്ക വരും. എന്നിട്ട് പറയും ക്ലാസ്സൊക്കെ ഒത്തിരി നല്ലതായിരുന്നു, പക്ഷേ ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തെ പറ്റി നിങ്ങൾ ക്ലാസ്സിലൊന്നും പറഞ്ഞില്ലല്ലോ എന്നവർ പരാതി പറഞ്ഞു. അപ്പോൾ നമ്മൾ പോയ എല്ലാ ഇടവകളിൽ നിന്നും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടീം അംഗങ്ങൾ, അന്നത്തെ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ബാട്ടത്തിലച്ചൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചിന്തിച്ചു ആളുകളുടെ പ്രശ്നം എന്താണ്. അപ്പം അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് കുടുംബത്തിൽ ആരുടെയെങ്കിലും അന്ന് മദ്യപാനമാണ്, മയക്കുമരുന്ന് അങ്ങനെയില്ല. അപ്പം ഈ മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പം എല്ലാവരുടെയും ഒരു പ്രശ്നം ഇതാണല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോഴേ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അന്ന് ഒരു കൗൺസിലിംഗ് സെൻറ്റർ എന്ന് അനൗൺസ് ചെയ്തു, ലഹരിക്കെതിരെ കൗൺസിലിംഗ് സെൻറ്റർ. അങ്ങനെ അത് പത്രത്തിൽ വാർത്തയൊക്കെ വന്നു, ലഹരിക്കെതിരെ എന്ന്. അപ്പം അന്ന് വാർത്തയിൽ അന്ന് പറഞ്ഞിരുന്നത് 2 ദിവസം, ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആളുകൾ കൗൺസിലിങ്ങിന് വേണ്ടി വരണം. അപ്പോൾ ലഹരിക്കെതിരെ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മലബാർ പ്രദേശത്തു നിന്ന്, ഹൈറേഞ്ചിൻ്റെ അങ്ങേയറ്റം, തിരുവനന്തപുരം, ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ, ബുധനും വ്യാഴവും 2 ദിവസം. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർ ബുധനാഴ്ച ഇവിടെ വരണം, കൗൺസിലിങ്ങിൽ പങ്കെടുക്കണം, പിന്നെ പോകണം. എങ്ങോട്ട് പോകും? തിരുവനന്തപുരത്ത് നിന്ന് വന്നവർ തിരുവനന്തപുരത്തിന് പോകാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. അപ്പോൾ അവർക്ക് ഇവിടെ കൊള്ളാവുന്ന ലോഡ്ജുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ പോയി അവർ താമസിച്ചു. പിറ്റേ ദിവസം വന്നപ്പോൾ ഭാര്യ സങ്കടം പറഞ്ഞു. ഒരാളല്ല, പലരും, സാറേ ഇന്നലെ വരെ വീട്ടിൽ കിടന്ന് തല്ലുകൊണ്ടാൽ മതിയായിരുന്നു, ഇപ്പം എൻ്റെ ഇന്നലെ ആ ലോഡ്ജിലിട്ടും കള്ളും കുടിച്ചു വന്ന് എന്നെ ഉപദ്രവിച്ചു. അതുകൊണ്ട് ഈ ഭാര്യമാർ ഞങ്ങളോട് ഒരു അപേക്ഷ നടത്തി, നിങ്ങളുടെ നോട്ടത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം തരാമോ? അപ്പോൾ ഇതൊരു വളരെ നല്ല ഒരു ആവശ്യമാണല്ലോ എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒരു ചെറിയ വീട് അരുണാപുരത്ത് വാടകയ്ക്കെടുത്തു. അങ്ങനെ അവിടെ ഇവരെ താമസിപ്പിച്ചു. ഇപ്പോൾ താമസിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നം, ഇവർക്ക് എവിടെ സമയമൊക്കെ കിട്ടി. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, ഞങ്ങൾ ചീട്ട് കളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ, ഇവരിവിടെയല്ലേ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ തന്നെ പാലായി വന്ന് ടൗണിൽ വന്ന് 2 കുത്ത് ചീട്ടൊക്കെ മേടിച്ചു കൊടുത്തു. അവർ ചീട്ട് കളിച്ചു. പക്ഷേ ഇവരുടെ സ്വഭാവം, അവർ കാശ് വെച്ച് ചീട്ട് കളിച്ചു, എന്നിട്ട് അടിയുണ്ടാക്കി. പിറ്റേ ദിവസം ഞാൻ വരുമ്പോൾ 9 പേരെ ആക്കിയിട്ട് പോയതാണ്. അന്ന് പിറ്റേ ദിവസം വരുമ്പോൾ 3 ഫാമിലി ഉണ്ട്.
ഒരുത്തന്നെ നെറ്റിയിൽ തലയിൽ വെച്ച് കെട്ടുമൊക്കെ ആയിട്ട് അതോടെ ഈ ചീട്ടുകളി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തി ഇവർക്ക് സമയം ചെലവഴിക്കാൻ ഇവരെ കാര്യങ്ങളും ബോധ്യപ്പെടുത്താനായിട്ട് കുറേശ്ശെ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി ഈ അഡിക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർക്കണം, അന്നത്തെ കാലത്ത് ഇത് 1984 84 ജൂലൈ 3 അഡാർട്ട് ആരംഭിച്ചത്. എന്നിട്ട് ഓഗസ്റ്റ് 15 മുതൽ ആളിനെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് ഇന്ത്യയിൽ ഇങ്ങനെ സംവിധാനം ഇല്ല. കേരളത്തിൽ ആദ്യത്തെ ഡി അഡിക്ഷൻ സെൻറ്റർ, ഇന്ത്യയിൽ രണ്ടാമത്തേത്. നമുക്ക് മുമ്പേ മദ്രാസിൽ, ചെന്നൈയിൽ ഒരു TTK ഹോസ്പിറ്റൽ ആരംഭിച്ചു. മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മൾ ഈ ജൂലൈ 3 84 അഡാർട്ട് ആരംഭിക്കുന്നത്. എൻ്റെ പേര് ഫാദർ ജെയിംസ് പെരുന്നോലിൽ. നിലവിൽ അഡാർട്ടിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. അഡാർട്ടിൻ്റെ വളരെ എളിയ രീതിയിലുള്ള ആരംഭത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഒരു നിമിത്തം എന്നതുപോലെ ദൈവം നയിച്ചതുപോലെ ആരംഭിച്ചതാണ്. അവിടെ തുടങ്ങി ഇപ്പോൾ 41 വർഷം പൂർത്തിയായി. ഇവിടെ ഓരോ ചുവടിലും ദൈവത്തിൻ്റെ കരം ശക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കാരണം കൗൺസിലിംഗ് സേവനമായിട്ട് തുടങ്ങി അവിടെ നിന്ന് ആൾക്കാരെ ചികിത്സിപ്പിച്ച്, ലഹരിക്ക് അടിമകളായവരെ താമസിപ്പിച്ച് ചികിത്സിക്കുന്ന രീതിയിലോട്ട് മാറി. പിന്നീട് അതിൻ്റെ ദിവസങ്ങൾ മുന്നോട്ട് കൂടി വന്നു. ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സോഷ്യൽ ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഇതിൻ്റെ കീഴിൽ ധനസഹായത്തിൽ പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ 41 വർഷമായെന്ന് പറഞ്ഞു. ഇതിലൊരു 14,000-15,000 ആൾക്കാരോളം ഇപ്പോൾ ലഹരി ഉപേക്ഷിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ആരോഗ്യപരമായ സമാധാനം നിറഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാലം മുന്നോട്ട് പോയപ്പോൾ താമസിപ്പിച്ച് ചികിത്സ നൽകുന്ന സ്ഥാപനം എന്നതിനോടൊപ്പം തന്നെ അഡാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റൊത്തിരി മേഖലകളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി സാഹചര്യങ്ങളുണ്ടായി എന്ന് പറയാം. അത് കുട്ടികളുടെ ഇടയിൽ അഡാർട്ട് ക്ലബ്ബുകളായി 200-ലധികം സ്കൂളുകളിൽ, കോളേജുകളിലും ഒക്കെ ഇന്ന് അഡാർട്ട് ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ലഹരി തലമുറകളിലേക്ക് നീങ്ങുന്ന ഒരു വലിയ വിപത്താണ്. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുടെയും പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്കിടയിലെ ലഹരി വ്യാപനം എങ്ങനെ തടയാം, അതിന് കുട്ടികളെ ഒരുക്കുക, കുട്ടികളെ കൊണ്ട് തന്നെ ഇതിന് ഒരു പ്രതിരോധം തീർക്കാനുള്ള വഴികൾ ഇങ്ങനെ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലഹരിക്കുള്ള ചികിത്സ ചെയ്ത് പുതിയ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടായ്മകളുണ്ട്. കൂട്ടായ്മകൾ അവരുടെ ഭാര്യമാരുടെയുണ്ട്, മക്കളുടെ കൂട്ടായ്മകളുണ്ട്. ഇവരെ അവരവരുടെ സ്ഥലങ്ങളിൽ പോയി ജോലിയിലേക്ക് തിരിച്ചു പോകുവാൻ വേണ്ടി ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അഡാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ അവരെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് മാത്രമല്ല, അവരുടെ ആത്മീയ മേഖലയും എല്ലാം നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഡാർട്ടിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരം എന്ന രീതിയിലായിരുന്നു ഒരിക്കൽ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള ലഹരി ചികിത്സാ കേന്ദ്രത്തിനുള്ള അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയത്, ഒരിക്കൽ സ്റ്റേറ്റ് അവാർഡും കിട്ടിയത്. ഇതിനൊക്കെയുള്ള പ്രവർത്തനത്തിന് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ടും വലിയൊരു പൊതുസമൂഹത്തിൻ്റെ അംഗീകാരമായിട്ടും ഞങ്ങളതിനെ കാണുന്നുണ്ട്. അങ്ങനെ ദൈവാനുഗ്രഹത്തിൻ്റെ ഓരോ ചുവടുകളിലൂടെ ഇന്ന് ശക്തമായിട്ട് അഡാർട്ട് സമൂഹത്തിൽ നിറഞ്ഞു നിന്ന് എല്ലാ മേഖലയിലുള്ളവരെയും സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രാജീവ് ശാന്തി. ഞാൻ അഡാർട്ടിൽ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ 18 വർഷം 10 മാസം 23 ദിവസം മുമ്പാണ് ഞാൻ ഈ അഡാർട്ടിൽ എത്തപ്പെടുന്നത്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം മദ്യപിച്ച് ലക്ക് കേട്ട് സുബോധമില്ലാതെ ലഹരിക്ക് അടിമയായിരുന്നു ഞാൻ. 18 വർഷം മുമ്പ് ഇവിടെ വരുന്നു. അതെന്നെ ശാരീരികമായിട്ട് ബാധിച്ചു, മാനസികമായിട്ട് ബാധിച്ചു, സാമ്പത്തികമായിട്ട് ബാധിച്ചു, കുടുംബപരമായിട്ട് ബാധിച്ചു, ആത്മീയപരമായിട്ട് എന്നെ ഇത് ബാധിച്ചു. ഞാനൊരു ക്ഷേത്ര പൂജാരിയാണ്. ഗുരുകുല സമ്പ്രദായത്തിൽ ക്ഷേത്രപൂജകൾ മറ്റുള്ള പഠിച്ച് ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ ഞാൻ രസത്തിനായിട്ട് കുടി തുടങ്ങി. ആ രസം മാറി 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 മദ്യാസക്തി എന്ന രോഗത്തിന് അടിമയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത്. സമസ്ത മേഖലകളിലും പരാജയം വന്ന് ഇവിടെ വന്ന് എത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് ഇത് സാധിക്കുകയില്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പം എനിക്ക് സാധിക്കുകയില്ല എന്നെനിക്ക് ബോധ്യമായി. മദ്യാസക്തി എന്ന രോഗം എനിക്കുണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു.
ഞാൻ ആൽക്കഹോളിക് അനോണിമസ് എന്ന ആ വലിയ കൂട്ടായ്മയും തിരിച്ചറിയാൻ വേണ്ടിയുള്ള യാത്രകൾ തുടർന്നു പോകുന്നു. ഇവിടെ വന്നുകൊണ്ട് ഉള്ള നേട്ടങ്ങൾ ഇന്ന് ഞാൻ സ്വബോധത്തോടു കൂടി ജീവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ബോധവതിയാണ്. അല്ലനോൺ AA പ്രോഗ്രാം, അല്ലനോൺ അല്ലറ്റീൻ, അതായത് മദ്യാസക്തി രോഗികളുടെ കൂട്ടായ്മയാണ് AA പ്രോഗ്രാം. അതുപോലെ തന്നെ മദ്യപിക്കുന്ന മദ്യപാനികളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയായ അല്ലനോണ്. അതുപോലെ മദ്യപിക്കുന്നവരുടെ മക്കളുടെ കൂട്ടായ്മയാണ് അല്ലറ്റീൻ. ഈ 3 ഗ്രൂപ്പുകളും ഈ അഡാറ്റിൽ തന്നെയുണ്ട്. ഇതിലൂടെ നിരന്തരമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഇന്ന് സുബോധവാനായിട്ടിരിക്കുന്നു. എൻ്റെ മോള് ഇന്ന് ഉയർന്ന നിലയിലായി. അവള് സയന്റിസ്റ്റാണ്. അതുപോലെ തന്നെ മകന് നേഴ്സിംഗ് പഠിക്കുന്നു. അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മറ്റുള്ള കാര്യങ്ങളിലും എൻ്റെ തൊഴിൽ മേഖലകൾ സമസ്ത മേഖലകളിലും എനിക്ക് മാറ്റം വന്നുള്ളതാണ് ഈ മദ്യപാനം നിർത്തിയത് കൊണ്ടും. ഞാൻ രാജീവ് ശാന്തിയുടെ വൈഫാണ്. എൻ്റെ പേര് സന്ധ്യ. ദൈവകൃപയാലും അല്ലനോൺ എന്ന ദൈവിക കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിക്കുന്നതിനാലും ഇന്നേ ദിവസം സന്തോഷമായി സമാധാനമായിരിക്കുന്നു. അല്ലനോൺ എന്നത് മദ്യാസക്തരുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയാണ്. 18 വർഷവും 10 മാസവും 23 ദിവസവുമായി എൻ്റെ ഭർത്താവ് അഡാപ്റ്റിൽ വന്ന ചികിത്സ എടുത്തു. മദ്യവിമുക്തമായി മുൻപോട്ട് പോകുന്നു. അപ്പോൾ മദ്യവിമുക്തമായ ജീവിതം അവർക്ക് നയിക്കണമെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്ന് എനിക്ക് അഡാപ്റ്റിൽ വന്ന് ചികിത്സ കഴിഞ്ഞപ്പോൾ, അദ്ദേഹം വന്ന് ചികിത്സ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ അഡാപ്റ്റിനോടൊപ്പം അവിടെ നടക്കുന്ന എല്ലാ അല്ലനോൺ പ്രോഗ്രാംസിനും പങ്കെടുത്ത് മക്കളുമായിട്ട് അവർക്കുള്ള സംഘടനയായ അല്ലറ്റീൻ എന്ന പ്രോഗ്രാമിൽ മക്കളെയും പങ്കെടുപ്പിച്ച് 18 വർഷമായി ഞാനും അഡാപ്റ്റിനോടൊപ്പം യാത്ര ചെയ്യുന്നു. എൻ്റെ പേര് റോസ്ലി എന്നാണ്. ഞാൻ ഒരു 10 വർഷമായിട്ട് ഇവിടെ അഡാപ്റ്റിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എത്രയോ പേര് 14,000-ന് മുകളിൽ പേഷ്യൻസ്, മദ്യപാനികൾ, മദ്യപിക്കുന്നവർ, പുകവലിക്കുന്നവർ, ഹാൻസ് വയ്ക്കുന്നവർ, അങ്ങനെയൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. വളരെയധികം പേര് ഇതിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് 1 മാസത്തെ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. വരുമ്പോൾ അവരൊക്കെ വളരെ വേദനയോട് കൂടിയാണ്, അവരുടെ ഭാര്യമാര്, അമ്മ പിന്നെ മക്കളൊക്കെ കാണും, വളരെ വേദനയോട് കൂടിയാണ് ഇവിടെ വരുന്നത്. നിൽക്കുവാനായിട്ട് പേഷ്യൻസിന് അല്പം വിഷമം ചിലർക്ക് കാണും, ചിലര് അരമനസ്സോടെ നിൽക്കും, ചിലരാണെങ്കിൽ മാറണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെയൊക്കെയാണ് നിൽക്കുന്നത്. എങ്ങനെയായിരുന്നാലും അവർക്ക് 1 മാസത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ക്ലാസ്സുകളാണ്, ബോധവൽക്കരണം. പിന്നെ ആദ്യ ദിവസങ്ങളൊക്കെ നമ്മൾ മെഡിസിൻ കൊടുക്കും. അത് ഡീടോക്സിഫിക്കേഷൻ മെഡിസിൻസ് എന്ന് പറയും. അവർക്ക് മദ്യപിച്ചിട്ടും പുകവലിച്ചിട്ടും ഒക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറയുന്നതിന് വേണ്ടിയിട്ടും പിന്നെ റെസ്റ്റ്ലെസ് ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ആദ്യം മെഡിസിൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ നന്നായിട്ടൊന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ശാന്തത കിട്ടും, മനസ്സിനൊരു സ്വസ്ഥത കിട്ടും. 1 മാസത്തെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ കഴിയുന്നു. ക്ലാസ്സുകളാണ് മെയിനായിട്ട് പിന്നീട് വരുന്നത്. കൗൺസിലിംഗ് ഉണ്ട്, അത് പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ശാന്തമായ ഒരു മനോഭാവവും അവരുടെ ദേഷ്യം പിന്നെ കോപം അതൊക്കെ അവർക്ക് മാറി നല്ലൊരു മനസ്സ് കിട്ടും. നല്ലൊരു ഫാമിലി വേണം, നന്നായിട്ട് ജീവിക്കണം, ലഹരിയിൽ നിന്ന് മാറണം, ഇനി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം അവർ ഈ 1 മാസം കൊണ്ട് എടുക്കും. പിന്നെ അങ്ങനെ നല്ലൊരു കുടുംബജീവിതം അവർക്ക് കിട്ടുന്നു. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും നമുക്കിവിടെ മീറ്റിംഗ് ഉണ്ട്. AA മീറ്റിംഗ് എന്ന് പറയും, ആൽക്കഹോളിക് അനോണിമസ് മീറ്റിംഗ്. ഇതിന് കുടുംബസമേതം വരണമെന്നാണ് അവർ കുടുംബസമേതം വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ മുഖമൊക്കെ, ഭാര്യമാരുടെയും മക്കളുടെയൊക്കെ മുഖമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം എന്ന് പറയുക. എൻ്റെ പേര് ജോൺ, വീട് കൂത്താട്ടുകുളം. ഞാൻ ഒരു 35 വർഷം മുമ്പ് ഞാൻ പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം 13 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ജീവിതം ആരംഭിച്ചു. കുറെ കൂട്ടുകാരെ കിട്ടി. അവിടെ ഗൾഫിൽ വന്നതല്ലേ, അപ്പം സാമ്പത്തിക പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നു. മദ്യപാനം മൂലം കൂട്ടുകാര് പറ്റിച്ചതല്ല, പക്ഷെ എനിക്ക് ഗൾഫ് പറ്റിയതാ. പക്ഷെ ദൈവത്തെ അറിയാതെ ജീവിച്ചു. ഈ ലോകത്തിന്റെ സുഖം, ആഡംബരം, അങ്ങനെ മനസ്സ് മടുത്ത്
ആത്മഹത്യ ചെയ്യാനുള്ള വക്കത്ത് വരെ എത്തി. ലാസ്റ്റ് എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങി, മക്കൾ ഉപേക്ഷിക്കാൻ തുടങ്ങി. പിന്നെ നാട്ടുകാർ, വീട്ടുകാരെ, ബന്ധുമിത്രാദികൾ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു. 3 പിള്ളേരെ എനിക്ക്. അപ്പം രണ്ടുപേരും മടുത്തു, അവിടെ പല സ്ഥലത്തും കൊണ്ടാക്കി. അവസാനത്തെ പുത്രൻ എന്നോട് പറഞ്ഞു, പപ്പയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഞാനും ഉപേക്ഷിക്കും. അപ്പം മക്കൾ ഉപേക്ഷിച്ച്, ഭാര്യ ഉപേക്ഷിച്ച്, പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ഇങ്ങനെ ചിന്തിച്ച് രാവിലെ ഇറങ്ങും. ഈ തർമ്മക്കാർ പോലെ 10 രൂപ 100 രൂപയൊക്കെ മേടിച്ച് 200 രൂപയൊക്കെ മേടിച്ച് കള്ളുടിച്ചു തുടങ്ങി. അവസാനം ഒരു ഗതിയില്ലാണ്ട് വീട് വിട്ട് ഇറങ്ങി. അതായത് അവസാനം മനസ്സ് ചത്തു. ഇനി ആത്മഹത്യ മാത്രമേ രക്ഷയുള്ളൂ. എന്തോ ദൈവ നിയോഗം എന്ന് പറയാം. അടാട്ട്. എൻ്റെ പേര് പാപ്പച്ചൻ എന്നാണ്. ഞാൻ മുത്തോലി എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു അമിത മദ്യാസക്തി എന്ന രോഗബാധിതനാണ്. ദൈവകൃപയാലും നിരന്തരമായി കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നതിനാലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഇന്നേ ദിവസം ഞാൻ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല. കഴിഞ്ഞ 24 വർഷമായി മദ്യപാനവും അനുബന്ധ പാപങ്ങളും ഉപേക്ഷിച്ച് സർവശക്തന്റെ കരങ്ങൾക്ക് കീഴെ വിനയപൂർവ്വം നിൽക്കാൻ തുടങ്ങിയിട്ട് 18-ാമത്തെ വയസ്സിൽ മദ്യപിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു പോയവനാണ് ഞാൻ. ഒരു രസത്തിന് വേണ്ടിയിട്ട്, കൂട്ടുകാരുടെ മുൻപിൽ കേമനാകാൻ വേണ്ടിയിട്ടൊക്കെ കുടിച്ചു തുടങ്ങിയതാ. പക്ഷെ പിന്നീട് എത്ര യത്നിച്ചാലും അകറ്റുവാൻ പറ്റാത്ത പോലെ എൻ്റെ ചിറകളിൽ അലിഞ്ഞു ചേർന്ന ശാപമായിട്ട് മദ്യം മാറുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. എൻ്റെ ആരോഗ്യം, എൻ്റെ അഭിമാനം, എൻ്റെ സമ്പത്ത്, എൻ്റെ ബന്ധങ്ങൾ എല്ലാം തകർന്നു. വഴിയിൽ കിടന്നും വഴക്കുണ്ടാക്കിയും വഷളനായി വിഴുപ്പ് പോലെ വിലക്കപ്പെട്ടതെല്ലാം തിന്നു നടന്നു. ഈ വഴിവഴച്ച് നടക്കുന്ന മകനെ നേരെയാക്കാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടിക്കുക. അങ്ങനെ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അതുകൊണ്ടൊന്നും ഞാൻ നന്നായില്ല. വല്ല വീട്ടിലെ പെണ്ണുങ്ങളുടെ കണ്ണുനീരങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഒരു ശാപമായിട്ട് വരേണ്ട ഗതികേട് വന്നു. ആദ്യ ദിവസം തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് മനസ്സിലായി ചതിവ് പറ്റിയെന്ന്. പിന്നെ തൊണ്ണെ പൊഴുത്തു പോയില്ലേ, ഞുണഞ്ഞിറക്കല്ലേ മാർഗമുള്ളൂ. അവൾ ഉണ്ണുന്നുണ്ടോ ഉടുക്കുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചില്ല. പെരുവഴിയിൽ വ്യവസ്ഥയാക്കപ്പെട്ടതുപോലെ നാണം കെട്ട് നാറി അവള്. ഇങ്ങനെ കഴിയവേ ദൈവത്തിൽ നിന്നകർന്ന മാനസികാവസ്ഥയിൽ വിദ്വേഷവും വെറുപ്പും ഉള്ളിലൊതുക്കി പരസ്പരം പഴിചാരി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ മദ്യലഹരിയിൽ മക്കളുണ്ടായി. അവർ പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ട്, പക്ഷെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു അപശകുനമായി കഴിയവേ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്നിൽ നിറവേറിയ ദിവസം മുത്തോലി എന്ന പ്രദേശത്തു നിന്നും എൻ്റെ തമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്ത് തക്ക സ്ഥലത്ത് തക്ക സമയത്ത് എത്തിച്ചു എന്ന് പറഞ്ഞാൽ പല അഡാപ്റ്റാകുന്ന ലഹരി വിമോചന കേന്ദ്രത്തിൽ ഈ ആലയത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ഉൾക്കാഴ്ചയാണ് കഴിഞ്ഞ 24 വർഷമായി എന്നെ ലഹരിരഹിതമായ ജീവിതം നയിക്കാൻ പ്രാപ്തനാക്കിയത്. നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക്, ഞാൻ ഈ ആലയത്തിലെ ചികിത്സ കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ വീട്ടിലെ കഞ്ഞി വെക്കണമെങ്കിൽ കഞ്ഞിക്കലം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. നഷ്ടപ്പെട്ടു പോയതെല്ലാം ഈ 24 കൊല്ലത്തെ കാലയളവിൽ ദൈവം എനിക്ക് 4 ഇരട്ടിയായി തിരിച്ചു തന്നു. ഇന്ന് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വില കൂടിയ മദ്യം കുടിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷവും സമാധാനവും ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നു. മക്കൾ 2 പേരും അയർലൻഡിൽ ജോലി ചെയ്യുന്നു. ഇന്ന് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വില കൂടി മദ്യം കുടിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിക്കുന്നു. എനിക്കിന്ന് കയറിച്ചെല്ലാനൊരു വീടുണ്ട്, എന്നെ നോക്കിയിരിക്കാൻ ആളുണ്ട്, ഞാൻ വായിക്ക് രുചിയറിഞ്ഞാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ മനസ്സമാധാനത്തോടെയാണ് കട്ടിലേക്ക് കിടന്നുറങ്ങുന്നത്. എനിക്കൊരു പുതിയ ജീവിതം തരാൻ ദൈവം ഉപകരണമാക്കി മാറ്റിയ അഡാട്ടിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ചികിത്സ ഫ്രീ ആണ്, സൗജന്യമാണ്. ഭക്ഷണത്തിൻ്റെ ചെലവ് മാത്രം അഡ്മിഷന് വരുന്നവരെടുത്താൽ മതി. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 31 ദിവസം അവരിവിടെ ഉണ്ടായിരിക്കണം. 31 ദിവസവും ഇവിടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്.
ഭക്ഷണത്തിൻ്റെ ചെലവ് ഒഴികെ ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസ് മാത്രം അവർ വഹിക്കണം. ഇപ്പം ഏകദേശം IP-യും OP-യുമായിട്ട് ഏതാണ്ട് 14,000-ഓളം പേര് ഇവിടെ ചികിത്സ തേടി വന്നിട്ടുണ്ട്. 14,000-ഓളം ആളുകൾ വന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഫാമിലി വരുമ്പോൾ ഒരു 10ഓളം മറ്റ് ഫാമിലികൾ കൂടി അതിൽ ഇൻവോൾവഡ് ആകും. 10ഓളം മറ്റ് ഫാമിലികൾ. അപ്പോൾ 14,000-ഓളം പേര് ഡയറക്റ്റ്ലി IP-യും OP-യുമായിട്ട് ട്രീറ്റ്മെൻറ്റ് തേടി വന്നു. ഇപ്പോൾ ഏകദേശ കണക്ക് പറഞ്ഞാൽ ഒരു 12,000-ത്തിലധികം ആളുകൾ സോബർ ലൈഫ് അഡാർട്ടിൽ കൂടി നയിക്കുന്നുണ്ട്.